ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ടിയാഗോയിലെ മിഡ് വേരിയന്റായ XT വേരിയന്റ് ആണ്. ടിയാഗോയിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നതും മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതും ഈ XT വേരിയന്റ് ആണ്. അപ്പോൾ ഈ XT വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. 2025 മോഡൽ ടാറ്റ ടിയാഗോ XT വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ XT വേരിയന്റും XZ വേരിയന്റും എക്സ്റ്റീരിയർ എന്ന് കാണുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ 2024 വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു റീഡിസൈൻ ചെയ്ത ബമ്പറാണ്. ആ ഗ്രില്ലിലും നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും. മറ്റെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. 8 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ കിട്ടുന്ന ടിയാഗോൻ്റെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റും ഈ XT വേരിയൻ്റാണ്. 7 ലക്ഷം രൂപ താഴെ കിട്ടുന്ന ഒരു അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു മാനുവൽ വേരിയൻറ്റും ഈ XT വേരിയൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ മറ്റ് എക്സ്റ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാലജനായിട്ടൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് തന്നെ നമുക്ക് ഹാലജനായിട്ട് ഒരു പാർക്ക് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്, അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഈ ഒരു റീഡിസൈൻ ചെയ്ത ഗ്രില്ല് കാര്യങ്ങൾ കാണാം. നമുക്ക് ഒരു ടാറ്റയുടെ ഒരു പുതിയ ലോഗോ അതിനകത്ത് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് എല്ലാ വേരിയൻറ്റുകളും സിമിലർ ആയിട്ടാണ് വരുന്നത്. XT വേരിയൻറ്റോട്ടാണ് ഇത് സിൽവർ ഫിനിഷിൽ വരുന്നത്. ഇതിന് താഴെയുള്ള വേരിയൻറ്റുകൾ അതൊരു ബ്ലാക്ക് ഫിനിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് റീഡിസൈൻ ചെയ്ത ഒരു എയർ ഡാമിൻ്റെ ഗ്രില്ലും കാണാം. നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ ഈ പൊസിഷനിലെല്ലാം ഒരു സിൽവർ ഫിനിഷാണ് വരുന്നത്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് ടിയാഗോ. ഈ സെഗ്മെൻറ്റിൽ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതും ടിയാഗോയ്ക്കാണ്. 170 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ആ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒരു സ്പോട്ടി ലുക്ക് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടിയാഗോ ആയിട്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പക്ഷേ XZും XT വേരിയൻറ്റിലും വശങ്ങളിൽ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. EV വാഹനങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്ന സിമിലർ ഒരു വീൽ കപ്പ് കാര്യങ്ങളാണ് ഇപ്പോൾ XT വേരിയൻറ്റിനും വരുന്നത്. വീൽ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 175/65 ആണ് ടയർ സൈസ് വരുന്നത്. ടോപ്പ് എൻഡിൽ 15 ഇഞ്ച് അലോയ് വീൽസാണ്. XTയിലും XZലും കണ്ടാൽ അലോയ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പോട് കൂടിയ വീലുകൾ, സ്റ്റീൽ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ടാറ്റ പറയുന്നത് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് എന്നാണ്. ലോങ്ങിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പക്ക അലോയ്സ് പോലെ തോന്നും. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് വരുന്നത്. മിറേഴ്സിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. മിറർ എല്ലാ വേരിയൻറ്റിലും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. സൈഡ് ബീഡിങ്സോ ക്ലാഡിങ്ങോ ഒന്നും തന്നെ വശങ്ങളിൽ വരുന്നില്ല. XT വേരിയൻറ്റിൽ കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ്. നമുക്ക് നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത് XT വേരിയൻറ്റിൽ. നമ്മുടെ ടോപ്പ് എൻഡിൽ ഷാർപ്പിൻ ആൻറ്റിനയാണ്. റൂഫ് ഇതിൽ ബോഡി കളറായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് സൺ റൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ്, റൂഫ് റെയിൽസ് ഒന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ടിയാഗോ ആയിട്ട് പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും വരുന്നില്ല. ഇപ്പോൾ XT വേരിയൻറ്റിൽ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ബാക്കിൽ ഈ ഡീഫോഗറാണ്. വൈപ്പർ വരുന്നില്ല. ഡീഫോഗർ XT വേരിയൻറ്റിലും XZലും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പോയിലറൊന്നും തന്നെ വരുന്നില്ല. വശങ്ങളിൽ സ്പോയിലർ ലിപ്പ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. സ്പോയിലർ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. സ്പോയിലറൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി സ്പോട്ടി ലുക്ക് കാര്യങ്ങൾ കിട്ടും. ഇവിടെ ടോപ്പിൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ടിയാഗോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. അതിന് താഴെ നമുക്ക് റിവേഴ്സ് ക്യാമറ XT വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് യൂണിറ്റ് ഫുൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്. നമുക്ക് ബാക്കിലെ ബമ്പർ കാര്യങ്ങളും ഒരു സ്പോട്ടി ലുക്ക് തരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബമ്പറിൻ്റെ ഈ ഒരു പോർഷനിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ അകത്തുനിന്ന് ലിവർ വലിച്ചിട്ടാണ് എൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ വേറെ ലിവർ മീൻസ് ലോക്കോ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. നമുക്ക് ഇവിടെ ഒരു ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. XT വേരിയൻറ്റിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ഒരു 14 ഇഞ്ച് വീലുകൾ തന്നെയാണ് സ്പെയർ വീലുകൾ കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സ്പേസ് വരുന്നത് 242 ലിറ്ററാണ്. അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു വലിയ ബൂട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇന്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മേജറായിട്ടുള്ള ചേഞ്ച് കാണുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമ്മൾ നെക്സോണിലൊക്കെ കണ്ട ബാക്ക് ലൈറ്റ് ടാറ്റയുടെ ലോഗോ ഉള്ള സ്റ്റിയറിംഗ് വീലിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അകത്തെ ഒരു കളർ പാറ്റേൺ ആണെങ്കിലും ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ എന്നുള്ള രീതിയിലാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഗ്രേ അല്ലെങ്കിൽ ബ്ലൂയിഷ് ബ്ലാക്ക് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കളറാണ്. ഇവിടെയെല്ലാം നമുക്കൊരു ഓഫ് വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഒരു ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ ഫോളോ മീ ഹെഡ് ലോമിൻ്റെ ഓപ്ഷനോട് കൂടിയ കീ ആണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഫംഗ്ഷൻ ആയിട്ട് ഒരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീയും കൊടുത്തിരിക്കുന്നു. നമുക്ക് 1
ടച്ച് ഡൗണിൻ്റെ ഓപ്ഷൻ ഡ്രൈവർ സൈഡിലെ വിൻഡോയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ XT വേരിയൻറ്റിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്, എന്നാലും വശങ്ങളായിട്ടൊരു ഡെഡിക്കേറ്റഡ് റെഡ് പെഡൽ കാണാം. നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനിലൂടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിവറുകൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. AC വെൻസിന് ചുറ്റും എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. ഇനി XT വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ടിയാഗോയിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ XT വേരിയൻ്റ് ആണ്. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ XT വേരിയൻറ്റിൽ തന്നെ ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പഴയ XZൽ കണ്ട ഒരു മ്യൂസിക് സിസ്റ്റം XTയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് റിവേഴ്സ് ക്യാമറ. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാൽ നെക്സോണിലൊക്കെ കണ്ട ബാക്ക് ലൈറ്റഡ് സ്റ്റിയറിംഗ് വീല് ഇപ്പോൾ ടിയാഗോയിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടിയാഗോയുടെ XM വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം സ്റ്റിയറിംഗ് വീലാണ്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. താഴെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടത് വശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടത് വശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലത് വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. നമ്മളുടെ പഴയ നെക്സോണിലൊക്കെ കണ്ട സെയിം യൂണിറ്റ് തന്നെയാണ്. സ്പീഡോമീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. RPM മീറ്റർ ലൈറ്റ് ഫീച്ചർ കൂടിയാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു empty, പിന്നെ റിയൽ ടൈം മൈലേജ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ടിയാഗോ ടോപ്പ് എൻഡിൽ കണ്ട ആ സെയിം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ് കൊടുത്തിരിക്കുന്നത്. 7 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. ഇതിന്റെ ടോപ്പ് എൻഡ് XZും XZ പ്ലസിലും പഴയ നെക്സോണിലൊക്കെ കണ്ട 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ് വരുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതൊരു മച്ച് പ്രീമിയം ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെയാണ്. ആ വേരിയന്റിന്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നമുക്കിവിടെ ടോപ്പിലായിട്ട് AC വെൻസ് വരുന്നു. അതിന് ചുറ്റുമുള്ള നമ്മൾ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. നടുക്ക് ഹസാർഡിൻ്റെ ബട്ടൺ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി തരുന്ന ഒരു സ്ക്രീനാണ്. ഇപ്പോൾ ആൻഡ്രോയിഡോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. വിത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ക്യാമറയാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും അതിനകത്ത് വരുന്നില്ല. അതിപ്പോൾ പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്ത സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹസാർഡ് ലൈറ്റ് ബാക്കിലെ ഡീഫോഗറിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. വേറെ ബാക്കിയെല്ലാം ഡമ്മി സ്വിച്ചുകളാണ് വരുന്നത്. താഴേക്ക് വന്നാൽ ഇവിടെ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് കാണാം. ഇവിടെ നമുക്ക് ഒരു AC കൺട്രോൾസിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെയായിട്ട് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ കാണാം. നെക്സോണിലൊക്കെ കണ്ട ഒരു സെയിം ഡിസൈനിലാണ് അത് വരുന്നത്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് ഇവിടെ താഴെയും കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും ഒരു വേരിയന്റിലും വരുന്നില്ല. കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. സെന്റർ IRVMs നമുക്ക് മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ബ്ലൂടൂത്ത് മൈക്കിന്റെ ആ ഒരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. നമുക്ക് റീഡിംഗ് ലൈറ്റ് സെൻട്രലായിട്ടാണ് വരുന്നത്. അത് LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ XT വേരിയന്റിൽ തന്നെ വരുന്നുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ ഒരു 3 ടോൺ കളർ എന്ന് പറയാം. ഒരു ലൈറ്റ് ബ്ലൂ, ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ്, താഴെ ഒരു വൈറ്റ് ഫിനിഷ്. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയിരുന്നാൽ അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ഒരു ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാം. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നീ റൂമൊക്കെ ഒരു 2-3 ഫിംഗേഴ്സിൻ്റെ ബാലൻസേ വരുന്നുള്ളൂ. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 2 to 3 സെൻറ്റിമീറ്ററിനടുത്ത് ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. അഡ്ജസ്റ്റ് ചെയ്താൽ 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ടാറ്റ വാഹനങ്ങളുടെ ബാക്ക് സൈഡിലെ സീറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് റോ സീറ്റ് നല്ല കംഫർട്ടായിട്ട് നല്ല കൗച്ചിലിരിക്കുന്ന ഫീൽ ചെയ്യുന്ന ഒരു സീറ്റുകളാണ്. അതിപ്പോൾ ടിയാഗോയിലും വലിയ മാറ്റമൊന്നുമില്ല. നല്ല കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ബാക്ക് സീറ്റുകളാണ് വരുന്നത്. 2025 മോഡൽ ടിയാഗോയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ 2 എയർ ബാഗാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. ABS EBD ട്രാക്ഷൻ കൺട്രോൾ. പിന്നെ നമുക്ക് ഈ XT വേരിയന്റ് തൊട്ട് ഹിൽ ഹോൾഡും ഇപ്പോൾ ടിയാഗോയിൽ വരുന്നുണ്ട്. ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ആ ഒരു ബിൽഡ് ക്വാളിറ്റി ടാറ്റയുടെ എല്ലാ വാഹനങ്ങളിലും നമുക്ക് ഫീൽ ചെയ്യും.
എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ 2024 നിന്ന് 25 വന്നാൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സെയിം 1.2 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 84 bhp പവർ വരുന്ന ഒരു എഞ്ചിനാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT. ARI സർട്ടിഫൈ ചെയ്യുന്ന മൈലേജ് 18.9 ഒക്കെയാണ്. റിയൽ ലൈഫിൽ മാനുവലിന് ഒരു 13-നും 15-നും ഇടയ്ക്കും ഓട്ടോമാറ്റിക്കിന് ഒരു 13-നും 15-നും ഇടയ്ക്കും തന്നെ നമുക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഇനി ടിയാഗോയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്യൂൽ എഫിഷ്യൻ്റ് ഒരു വാഹനം വേണമെങ്കിൽ CNGയിലേക്ക് പോകുന്നതാണ്. ഈ സെയിം എഞ്ചിനിൽ തന്നെ CNG അവൈലബിൾ ആണ്. സർട്ടിഫൈഡ് മൈലേജ് 26.4 റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 23-25 ഇടയ്ക്കൊക്കെ മൈലേജ് ലഭിക്കുന്നുണ്ട്. വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് CNGയിൽ നിങ്ങൾക്ക് AMT അവൈലബിൾ ആണ്. അതായത് CNG ഓട്ടോമാറ്റിക്കിലും നിങ്ങൾക്ക് ടിയാഗോ വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ CNG ആണ് എന്ന് വിചാരിച്ചിട്ട് വലിയ പവർ ലാഗൊന്നുമില്ല. CNG എഞ്ചിന് 74 bhp അടുത്തൊക്കെ പവർ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു 10 bhp കുറവ് റിയൽ ലൈഫിൽ വലിയ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ അത്യാവശ്യം മോട്ടോ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ CNGയിലേക്ക് പോകാവുന്നതാണ്. പുതിയ ടിയാഗോയുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ബേസ് മോഡലുള്ള XE വേരിയൻറ്റ് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 5,65,000 രൂപയ്ക്ക് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. XM വേരിയൻ്റായ സെക്കൻഡ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,64,000 രൂപയാണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന XT വേരിയൻറ്റ്, ഈ വേരിയൻറ്റിലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ XT വേരിയൻറ്റ് മാനുവലിന് 7,33,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 7,97,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് 8 ലക്ഷം രൂപ താഴെ ടിയാഗോ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് കാർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, ടാറ്റയുടെ ഒരു ഓട്ടോമാറ്റിക് കാർ എസ്പെഷ്യലി നോക്കുന്നുണ്ടെങ്കിൽ ഈ ടിയാഗോൻ്റെ ഈ XT വേരിയൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് വരിക. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള XZ വേരിയൻ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ മാനുവലിന് 8 ലക്ഷം രൂപയും AMTക്ക് 8,66,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ടോപ്പ് എൻഡ് ആയ XZ പ്ലസ് വേരിയൻറ്റിൽ നിങ്ങൾക്ക് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല. അതിന് 8,48,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം. അപ്പോൾ ടാറ്റ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പെരുമ്പാവൂരുള്ള ഗൂഗിൾ മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ വാഹനം വാങ്ങാനാണെങ്കിലും EV വാങ്ങാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.